ബാത്റൂമിന്റെ അടുത്ത. ചില ആൾക്ക് ടോയ്ലറ്റിലേക്ക് മൊബൈൽ പിടിച്ചോണ്ട് പോയെങ്കോ ടോയ്ലറ്റിൽ ഉണ്ടേന്നേ അറിയുന്നില്ല ചില ആൾക്ക് അല്ലേ. അതിൻ്റെ ഇടയ്ക്ക് ടോയ്ലറ്റിലേക്ക് എന്തിനു കൊണ്ടുവന്ന് നോക്കുമ്പോൾ അയാൾ പറഞ്ഞത് ആര് നോക്കാനുമില്ല, മൊബൈൽ ഒരാൾ പിടിച്ചു വെറ്റാനുമില്ല, സുഖമായിട്ട്. പണ്ടത്തെ ആൾക്കുണ്ടായി ബീഡി എടുത്തോണ്ട് കക്കൂസിലേക്ക് വന്ന വയസ്സന്മാർക്കല്ല അല്ലെ, ബീഡി എടുത്തോണ്ട് പോയിട്ട് വരുമ്പോൾ ഒരു റായത്ത്. അതുപോലെ ഇപ്പത്തെ മനുഷ്യന്മാർക്ക് മൊബൈൽ കയ്യിലുണ്ടെങ്കിൽ ഒരു ടോയ്ലറ്റിലേക്കല്ല പോയതിന്റെ ഒരു സുഖം. അല്ലെങ്കിൽ വേഗം വരുന്നു പോയി വേഗം തിരിച്ചു വരേണ്ട ഇടമാണ് ബാത്റൂമും ടോയ്ലറ്റുകൾ. പെട്ടെന്ന് വരണം, അത് ശൈത്താൻ വസിക്കുന്ന ഇടാണ്. കുറെ സമയം അവിടെ ഇരിക്കാൻ പാടില്ല. പള്ളിയിലിരിക്കാം, വയലിന്റെ സദസ്സിലിരിക്കാം, ഇൽമിന്റെ മജ്ലിസിലിരിക്കാം. ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നമ്മൾ മജ്ലിസിലിരിക്കണം. ഒരുപാട് സമയം തീരുവോളം ഇരിക്കണം. മയ്യത്തിന്റെ കൂടെ പോയാൽ മയ്യത്ത് മറമാടുന്നത് വരെ മയ്യത്തിന്റെ കൂടെ നിൽക്കണം അല്ലെ. മയ്യത്തിന്റെ മുഖം നോക്കിയിട്ട് കണ്ണോക്കിന്നെല്ലാം പറഞ്ഞിട്ട് മയ്യത്തിനെ നോക്കല് സുന്നത്തില്ല, കൂലിയുള്ള വിഷയമല്ല. മയ്യത്തിന്റെ കൂടെ പിൻപറ്റുക, നിസ്കാരത്തിൽ കൂടുക, മറമാടുന്ന ഇടത്ത് കൂടുക, അങ്ങനെ അത് വലിയ വിഷയമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇവിടെ കിടക്കുന്ന മഹാനായ സയ്യിദ് അവരുകളുടെ ഉറൂസുമായി ബന്ധപ്പെട്ട പരിപാടിയുടെ തുടക്ക ദിവസമാണ്. ഇതിനു വേണ്ടി നല്ല ത്യാഗം യുവാക്കൾ ചെയ്തിട്ടുണ്ട് എന്ന് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ട്. ഇതിനുവേണ്ടി പ്രവർത്തിച്ചവർ, കഷ്ടപ്പെട്ടവർ, അധ്വാനിച്ചവർ, അല്ലാഹു എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. നാട്ടുകാർക്കെല്ലാം ഭക്ഷണം ആദ്യം കൊടുത്തു. നല്ല പരിപാടിയാണ്. അങ്ങനെയാണ് ഈ ചില സ്ഥലത്തെല്ലാം ഭക്ഷണം കൊടുത്തെങ്കിൽ സദസ്സിൽ ആളുണ്ടാവലില്ല, ചോറ് വെച്ച് ഒറ്റ പോക്ക്. ഈടുത്ത മനുഷ്യന്മാർ അങ്ങനെയല്ല, കുറച്ച് നന്ദിയുള്ള മനുഷ്യന്മാർ ചോറ് വെച്ചിട്ട് സദസ്സിൽ വന്നിട്ട് ഇരുന്നിട്ടുണ്ട്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല കബൂലാക്കട്ടെ. അങ്ങനെയുണ്ട്. ഷീറിന് കിട്ടിയെങ്കിൽ പിന്നെ സബൂറില്ല. കെട്ട് ഭാതിയിൽ ദുആർക്കുമ്പോ കെട്ട് കൊടുത്തെങ്കിൽ ദുആ തീരുള്ള നിൽക്കുന്നില്ല, കെട്ടെടുത്തോണ്ട് പോന്നെ. ചില ആൾക്ക് കെട്ട് നിരിങ്ങി എന്തോ ഒരു വിരുസം. റാത്തീബിന്റെ കെട്ടെല്ലാം കട്ടിട്ട് കൊണ്ടുവന്ന ജാഗയുണ്ട്, പള്ളിന്റെ റാത്തീബിന്റെ കെട്ടെല്ലാം. ചില കമ്മിറ്റിക്കാരെന്നെ കക്കുന്ന നല്ല വിവരമുണ്ട്. കട്ടനെ പിടിച്ചു നോക്കുമ്പോ CC ക്യാമറ നോക്കുമ്പോ പള്ളിന്റെ കമ്മിറ്റിക്കാരെടുത്ത് വെച്ചിന് ഓഫീസിൽ ഫസ്റ്റ് കൊണ്ടുപോയിട്ട് ബോണി ബർക്കത്താക്കിയാവും കമ്മിറ്റിന്. അത് കൊണ്ടുപോകാൻ മറന്നിനെ ഗഡിപിടിയിൽ അല്ലേ. എല്ലാരും പോയ പിന്നെ ലാസ്റ്റ് കൊണ്ടുപോകാന്നിട്ട് എടുത്തു വെച്ചത് വെച്ചിട്ട് ആടെന്നെ മറന്നു. അത് പുളിച്ചിട്ട് നാറും പറഞ്ഞ് എലി ചത്തിനിട്ട് കലാട്ടാക്കി നോക്കുമ്പോ എലിയല്ല, കമ്മിറ്റിക്കാരൻ എടുത്തു വെച്ച സീർണിയാണ് പുളിച്ചിട്ട് നാറിയത്. ഏതുവാകട്ടെ, അങ്ങനെ 2 ശീരണി ജാസ്തിയായിട്ട് കൊടുത്തെങ്കിൽ എടുത്തോളാം. 2 എടുക്കാൻ പാടില്ലാത്ത സ്ഥലത്ത് നേടി 2 എടുക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞ ആൾക്കാരോട് മൈസൂർ പാക്കും ജിലേബിയൊന്നും കെട്ടിയിട്ട് കൊണ്ടോണ്ടാന്ന്. ഒരാളൊരു ഉപ്പാപ്പ ഞങ്ങൾക്ക് വായിസ് ഇട്ടിട്ട് എന്നെ പറഞ്ഞിനി, നിങ്ങക്ക് അധിക പ്രസംഗം എന്തൊക്കെ, നിങ്ങക്ക് വാളാക്കിയ മയ്യാവില്ലേ, ഞങ്ങൾ എടുത്ത പോണ്ടേ നിങ്ങക്ക് അധിക പ്രസംഗം. ഞങ്ങൾക്ക് പറഞ്ഞു ഇയാൾ എപ്പോഴും പരക്ക് കൊണ്ടുപോകുന്ന ആളായിട്ടുണ്ടാവും. എപ്പോഴും കെട്ടിട്ട് കൊണ്ടുപോകുന്ന ആൾക്ക് എല്ലാവരും ഈ ക്ലിപ്പിന് അയച്ചിട്ടുണ്ടാവും. അപ്പൊ അയാൾക്ക് എന്നോട് ചോടി വന്നാന്തോ. അങ്ങനെ എന്നെ പറഞ്ഞു ഒരാള്. ഇവ ലൈവ് എന്നുള്ളതുണ്ടല്ലേ, ലൈവ് ഉണ്ടാ? അള്ളാഹു ബർക്കത്താക്കട്ടെ. ലൈവ് ഉണ്ടെങ്കിൽ ഒരു ഗുണമുണ്ട്, കൊണക്കേടുണ്ട്. നമ്മ ഈ നാട്ടുകാർക്ക് വേണ്ട പോലത്തെ വിഷയം ഭാഷയിലെല്ലാം നമ്മ വേല പറയുന്നത്. ഈനെ കോഴിക്കോട്ടുകാരൻ ഇട്ടിട്ട് കേൾക്കും ഇത് തമിഴ, മലയാള, കന്നഡ, എന്ത് ഭാഷ എന്നിട്ട് ഓരോ ട്രോളാക്കും അങ്ങൾത്താറ്. പിന്നെ കടപ്പുറത്ത് പറഞ്ഞ പ്രസംഗമല്ല മംഗലാരത്ത് പറയേണ്ടത്. മംഗലാരത്ത് പറയേണ്ടതല്ല നമ്മളെ പുത്തൂർ, ഇങ്ങോട്ട് വെള്ളാര, ഇങ്ങോട്ടെല്ലാം പറയേണ്ടത്. ഓരോ നാടും പരിസരവും എല്ലാം നോക്കിയിട്ട് അതാത് നാട്ടുകാർക്ക് യോജിക്കുന്ന രൂപത്തിലുള്ള ഭാഷയിലും ശൈലിയിലെല്ലാം പറയുമ്പോ അല്ലെ. കുറെ മുമ്പ് കടപ്പുറത്തൊരു വയൽ പറഞ്ഞു, അവിടെ വൃത്തിനെ പറ്റി പറയണമെന്ന് പറഞ്ഞ് ഞാൻ വൃത്തിനെ പറ്റിയിട്ടെല്ലാം പറഞ്ഞു. പെണ്ണുങ്ങളെ നൈറ്റിയും ഓറ മുസല്ലയും ഓറ അവസ്ഥയെല്ലാം കുറച്ചും കൂടി അങ്ങ് പറഞ്ഞു. 3-4 കൊല്ലം മുമ്പാണെന്ന് തോന്നുന്നു. അത് പറഞ്ഞിട്ട് ഇപ്പൊ ഇതിനെ ഗ്രൂപ്പിലെല്ലാം ഇട്ടിട്ട് ഇതെന്ത് ഇങ്ങനത്തെ പെണ്ണുങ്ങൾ ഇപ്പൊ ഉണ്ടാ, ഉസ്താദ് ഇതിന്റെ പെണ്ണുങ്ങളോട് എതിർപ്പ്, നൈറ്റിയിൽ തുടക്കുന്നവർ ഇപ്പൊ ഉണ്ടാ, അങ്ങനെ ഉണ്ടാ, ഇങ്ങനെ ഉണ്ടാ, മുസല്ല എടുത്തു വെക്കാത്ത ആളുണ്ടാ. അത് ഓരോ കാലഘട്ടത്തിലേക്കും യോജിക്കുന്ന പോലെ, ഓരോ നാട്ടിലേക്ക് യോജിക്കുന്ന പോലെ, പറയുന്ന സദസ്സിലേക്ക് യോജിക്കുന്ന പോലെ പറയൽ. ഇപ്പം പറഞ്ഞ 5 കൊല്ലം കഴിഞ്ഞ് ക്ലിപ്പാക്കി ഇട്ട് കേൾക്കുമ്പോ രസം ഉണ്ടാവേല. ആൾക്കാർ വിചാരിക്കും ഇയാൾ ഏത് കാലത്തുള്ളേന്ന്. പിന്നെ യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ കുറച്ചാള്, എന്തെങ്കിലും ഹെഡ്ലൈൻ ഇട്ടിട്ട് ഇതിനെ വിട്ട് ഓർക്ക് പൈസാക്കാൻ. എനിക്ക് സ്വന്തമായിട്ട് ചാനൽ എന്തും ഇല്ല. പെണ്ണുങ്ങളെ എല്ലാ കെണികളും പിടിച്ചെടുത്ത ഉസ്താദ് ആൾക്കാർ ഇങ്ങനെ നോക്കുന്നു. പെണ്ണുങ്ങൾ താറമാറ വെട്ടിടുന്നു. ഇയാൾക്ക് എന്ത്, ഇയാൾക്ക് തലസരി ഇല്ലെന്നല്ല ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകും. അപ്പൊ ലൈവ് കൊണ്ട് ഗുണമുണ്ട്, കൊണക്കേടും ഉണ്ട്. നമ്മൾ ലൈവായിരുന്നു കേൾക്കുമ്പോ അത് സന്തോഷമാണ്. ദുആ ആമീൻ പറയാ, ഒരല്പനേരം കൊണ്ട് നിർത്തുകയും ചെയ്യും. അല്ലാഹു റഹ്മത്തും ബറക്കത്തും ചെയ്ത് അനുഗ്രഹിക്കട്ടെ. മുഅ്മിനീങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്നെയും നിങ്ങളെയും ഇഷ്ടപ്പെടണം. നാം അല്ലാഹുവിനെ ഇഷ്ടപ്പെടണം, അല്ലാഹു നമ്മെയും ഇഷ്ടപ്പെടണം. അല്ലാഹു നമ്മെ ഇഷ്ടപ്പെടാൻ റബ്ബ് ഇഷ്ടപ്പെടുന്ന വിഭാഗം ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹുവിന് ഇഷ്ടമുള്ളവർ നമ്മളെല്ലാവരും ആകണം.
ഖാലിഖായ റബ്ബുൽ ഇസ്സത്ത് അവൻ നമ്മുടെ പടച്ചവനാണ്. എന്നെയും നിങ്ങളെയും പടച്ചത് അല്ലാഹു റബ്ബുൽ ഇസ്സത്താണ്. ആൽ ഇംറാനിലെ 76-ാമത്തെ ആയത്തിലൂടെ റബ്ബ് തആല പറയുന്നുണ്ട്, തഖ്വയുള്ള ആളുകളെ അല്ലാഹുവിന് ഇഷ്ടമാണ്, മുത്തഖീങ്ങളെ അല്ലാഹുവിന് ഇഷ്ടമാണ്. ഇവിടെ കിടന്ന സയ്യിദിനെ നമ്മൾ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. അദ്ദേഹം അല്ലാഹുവിന് തഖ്വ ചെയ്ത് ജീവിച്ചു പോയ മഹാനാണ്. അതുകൊണ്ട് നമ്മൾ അവരെ അനുസ്മരിക്കുകയാണ്, ഓർക്കുകയാണ്, ഉറൂസ് നടത്തുകയാണ്. ഈ ഉറൂസിലൂടെയുള്ളതെല്ലാം നന്മകളാണ്. ഒന്ന് ഇൽമാണ്, മറ്റൊന്ന് ഭക്ഷണമാണ്, മറ്റൊന്ന് അലങ്കാരമാണ്, മറ്റൊന്ന് ഒരുമിച്ച് കൂടലാണ്. എല്ലാം ഖൈറാണ്, സുന്നത്താണ്, സൽക്കർമ്മമാണ്. ഒന്നും ഇതിൽ വേണ്ടാത്തതില്ല, ഒന്നും ഇതിൽ തെറ്റില്ല. എല്ലാം സുന്നത്തുകൾ മാത്രമാണ്, എല്ലവും നന്മയാണ്. അല്ലാഹുവിൻ നമ്മൾ തഖ്വ ചെയ്യണം. തഖ്വ എന്ന് പറഞ്ഞാൽ അത്തഖ്വ ഹാഹുന, തഖ്വ കൽബിലാണ്, കയ്യിലല്ല, കണ്ണിലല്ല, മൂക്കിലല്ല. കൽബിൽ തഖ്വയുണ്ടാകണം, അല്ലാഹുവിനോട് ഭയപ്പാടുണ്ടാകണം. എല്ലാം രഹസ്യവും പരസ്യവും കാണുന്ന, എല്ലാം അറിയുന്ന, കൽബിന്റെ ഉള്ളിലെ ആശകൾ അറിയുന്ന അല്ലാഹു. എല്ലാ അല്ലദീന യഖാഫൂനല്ലാഹ സിർറൻ വഅലാനിയ, രഹസ്യവും പരസ്യവും കാണുന്ന അല്ലാഹു, എല്ലാം അറിയുന്ന അല്ലാഹു, എല്ലാം നോക്കുന്ന അല്ലാഹു, എല്ലാം തരുന്ന അല്ലാഹു, എല്ലാം പിടിക്കുന്ന അല്ലാഹു, തിരിച്ചു കൊണ്ടുപോകുന്ന അല്ലാഹു. ഇങ്ങനെയുള്ള റബ്ബ് തആലയെ രഹസ്യമായും പരസ്യമായും ഭയക്കുക. അല്ലേ? വ്യഭിചാരത്തിന്റെ എല്ലാ അവസരങ്ങളും ഒരുങ്ങി. വ്യഭിചാരത്തിന് വേണ്ടി വ്യഭിചരിച്ചാൽ കൊട്ടാരം തരാം, സ്വർണം തരാം, വെള്ളി തരാം, ആരും കാണാനില്ലല്ലോ എന്ന് പറയുമ്പോഴാണ് കൊട്ടാരത്തിന്റെ മുകളിൽ നിന്ന് ആരും കാണുന്നില്ലെങ്കിൽ എന്റെ റബ്ബെന്നെ കാണുന്നുണ്ടല്ലോ എന്നും പറഞ്ഞ് കൊട്ടാരത്തിന്റെ മുകളിൽ നിന്ന് ചാടിയില്ലേ, തുള്ളിയില്ലേ? അള്ളാന്റെ മലക്കുകൾ വന്നിട്ട് ആ മനുഷ്യനെ താങ്ങിയെടുത്തില്ലേ? അള്ളാഹു കാണുന്നുണ്ട് എന്നുള്ള ഓർമ്മ, അള്ളാഹു അറിയുന്നുണ്ട് എന്നുള്ളൊരു ഓർമ്മ എപ്പോഴും അതുണ്ടാകണം. റമളാനിൽ മാത്രല്ല, ചില ആൾക്ക് അങ്ങനെയുണ്ട്. റമളാനിലൊരു ദീന്, റമളാനിലൊരു നിസ്കാരം, റമളാനില് നോമ്പുണ്ട്, അത് വേറെയാണ്. റമളാനില് തറാവീഹ് നിസ്കാരം സ്പെഷ്യലുണ്ട്, അത് വേറെയാണ്. ഫർള് നിസ്കാരം എപ്പോഴും ഉണ്ടാകണം, സുന്നത്തുകൾ എപ്പോഴും ചെയ്യണം, ധാരാളം ഇബാദത്തുകൾ ചെയ്യണം. മോണിറ്ററിന് കുറച്ച് കൂട്ടാൻ പറ്റുമെങ്കിൽ നല്ലത്. സുന്നത്തുകൾ ധാരാളം ഉണ്ടാകണം. സദസ്സിലേക്ക് ആർക്ക് ബുദ്ധിമുട്ടാത്ത പോലെ ഇടുക്ക് കുട്ടിക്കോ കുറച്ച് സുന്നത്തുകൾ ധാരാളം. റമളാൻ മാത്രം ഒരു സ്പെഷ്യൽ അല്ല. ചില ആള് പറയും റമളാൻ ഞാനിപ്പോ കളവ് ചൊല്ലുമോ, അല്ലെ? നമ്മളെല്ലാം കേൾക്കലില്ലേ, നോമ്പായിട്ട് ഞാൻ കളവ് ചൊല്ലുവാ, ഓന ഡേഞ്ചറാണ്, ഓ നോമ്പായിട്ടും ചൊല്ലും, അല്ലാത്തപ്പോഴും ചൊല്ലും. നോമ്പില് നല്ല കളവ് ഹറാമാണ്, കളവ് പറയാൻ പാടില്ല, തമാശക്ക് പോലും പാടില്ല. എന്റെ അടുത്ത് ഹോട്ടലിലെല്ലാം പോയി, ഹോട്ടലിൽ എന്തുണ്ട് വെച്ചു, ഓൻ പറഞ്ഞ് കൽത്തപ്പുണ്ട്, സേമയുണ്ട്, പിണ്ടിയുണ്ട്, പൊറോട്ട ഉണ്ട്. ഞാൻ പറഞ്ഞ കൽത്തപ്പാവുന്നു. കൽത്തപ്പായിട്ടില്ല ഉസ്താദേ, ആയി. പിന്നെ പിണ്ടിയാവും, പിണ്ടി ആയിട്ടില്ല, പൊറോട്ട മാത്രം റെഡി ആയിട്ടുള്ളേന്ന്. എങ്ങനെ? അപ്പൊ പിന്നെ ഫസ്റ്റ് തന്നെ പറഞ്ഞായില്ല പൊറോട്ട മാത്രം ഉള്ളേന്ന്. കേൾക്കുമ്പോ ചൊല്ലി പൊറോട്ട ഉണ്ട്, പിണ്ടിയുണ്ട്, കൽത്തപ്പുണ്ട്, അതുണ്ട്, ഇതുണ്ട്. അതുപോലും നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്, അല്ലെ? പൂച്ചനെ കയ്യിലൊന്നുമില്ലാതെ ഇങ്ങനെ ആക്കിയിട്ട് പിടിച്ചുകൊണ്ട്, അതുപോലും കളവിന്റെ വശമാണ്. പൊന്നുമക്കളെ ചോക്ലേറ്റിന് വേണ്ടി ഇങ്ങനെ കാണിച്ചിട്ട് ദാനം പറഞ്ഞിട്ട് വിളിക്കൽ പോലും കളവുമായി ബന്ധപ്പെട്ടതാണ്. അങ്ങനെ ഒരു കളവിലേക്കും നമ്മൾ ചാഞ്ഞു പോകാൻ പാടില്ല. റമളാനിലും പാടില്ല, അല്ലാത്തപ്പോഴും പാടില്ല. റമളാനിലും സൂക്ഷിക്കണം, അല്ലാത്തപ്പോഴും സൂക്ഷിക്കണം. ദീന് എന്നുള്ളത് ഒരു മനുഷ്യന്റെ ജീവിതം മുഴുവനുമാണ്. പ്രായപൂർത്തിയായത് മുതൽ മരണം വരെ ദീനിലൂടെ ആയിരിക്കണം. റമളാനിൽ മാത്രമല്ല, വെള്ളിയാഴ്ച മാത്രമല്ല, പള്ളിയിൽ മാത്രമല്ല, ഉസ്താദിനോട് മാത്രമല്ല, തങ്ങളോട് മാത്രമല്ല. ചില ആൾ പറയും, തങ്ങള് ഉസ്താദ് നിങ്ങളോട് ഞങ്ങൾ കളവ് ചൊല്ലുവാ. യാറ് ചെന്നെ ഉസ്താദന്മാരോട്, കാരണം ഓർ എല്ലാരും നമ്പുന്നു. ഉസ്താദന്മാർക്ക് ഓർക്കറിയല്ല, ഓർ ഭയം പെട്ടെന്ന് വീണുപോകും. ആൾക്കാർ കളവ് പറയുന്നു എന്നുള്ളത് അവര് അങ്ങനെയുണ്ട്. പഴയകാല ആലിമീങ്ങളിൽ പലരും ഫസ്റ്റ് പോയിട്ട് ആര് പറഞ്ഞെങ്കോ അത് പാസ്സാണ്. എന്തേ ഓർ രണ്ടാമത് ഓർ കളവ് പറയുന്നു എന്നുള്ളൊരു ധാരണ പോലും അവരുടെ മനസ്സിലേക്കില്ല, അല്ലെ? ഉസ്താദന്മാരെയും പറ്റിക്കുന്ന ചില ആള്. ഇതിന്റെ അടുത്ത് ഒരാള് പള്ളിയിൽ വന്നിട്ട് ഇരുന്നിട്ട് കരഞ്ഞോണ്ടാലോ,
രാത്രി ഇരുന്നിട്ട് നല്ലോണം കരയെന്ന് കാണുമ്പോ ഉസ്താദിന് ബേജാറായി. ഉസ്താദ് അയാൾ വിളിച്ചിട്ട് കേട്ട് എന്താ കരയെന്ന്. ഇശായിട്ട് എല്ലാവരും പള്ളി ബന്ധാക്കാനായി ഈ മനസ്സ പോയോണ്ടേലും ഇരുന്നിട്ട് കരഞ്ഞോണ്ടേണ്ട് പള്ളിയിൽ. അപ്പൊ അയാൾ ചെല്ലാലെ യാ ഉസ്താദ്, നാളെ സുബഹിക്കാകുമ്പോ ഇത്ര ഉറുപ്പ്യ കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ സുസൈഡ് ആക്കേണ്ട പരിസ്ഥിതി. അള്ളാഹ് കേക്ക എന്തെങ്കിലും ഒരു ബൈ അള്ളാഹു തുറക്കുന്നു ഉറപ്പുള്ളതിനോണ്ട് ഞാൻ പള്ളിയിൽ ഇരുന്നിട്ട് വിളി കൊടുത്തോണ്ട് അള്ളാഹുവിന് ബൈ തുറക്കും. ഉസ്താദിന് ബേജാറായി. ഉസ്താദ് 4 ആൾക്ക് ഫോണെല്ലാം ആക്കിയിട്ട് അഡ്ജസ്റ്റ് എല്ലാം ആക്കിയിട്ട് പൈസ ഭർത്തിയാക്കിയിട്ട് കൊടുത്തു. അവൻ ആത്മഹത്യ ആക്കിയിട്ടുണ്ടാകും. ഇപ്പൊ അങ്ങനല്ലേ പാലക്കാട് എന്ത് ഒട്രാസി ചില്ലറ വിഷയത്തിലെല്ലാം ഓൺലൈനിൽ കളിച്ചിട്ട് തോറ്റനി ആത്മഹത്യാക്കുന്നത്. ഒരു പെണ്ണ് 2 കൊല്ലം സ്നേഹിച്ചിട്ട് മംഗലാവായിട്ട് ഓക്ക് വേറെ ആളെ കിട്ടിയിട്ട് അമ്മയോ ആത്മഹത്യാക്കുന്നത്. അല്ലെങ്കിൽ അപ്പുറത്തുനിന്ന് ഒരു ആണ് കിട്ടാത്തതിന്റെ പേരിൽ ആത്മഹത്യാക്കുന്നത്. 10 ലക്ഷം രൂപ കടായനെ സൂസൈഡ് ആക്കുന്നത്. ഇതെല്ലാം ഒരു നോർമൽ കൊതുനെ കൊല്ലുന്ന പോലത്തെ വിഷയം ഇപ്പൊ ആത്മഹത്യ എന്നെല്ലാം പറഞ്ഞെങ്കിൽ. ഇതിന്റെ ഇടയ്ക്ക് ഒരാൾ ചെല്ലു ആത്മഹത്യാക്കിയതിന്റെ കാരണം കേട്ടപ്പോ ചൊല്ലി തിരികളെ കിരികിരി സഹിക്കാൻ കഴിയാതെ ആത്മഹത്യാക്കിനാൻ. ഞാൻ പറഞ്ഞു ഓ എന്ത് ബെഡ്ഗൂസ്, ഓനി ഒന്നല്ല അങ്ങ് 4 തിരിയ വേറെ കിട്ടുന്നില്ലേ പെണ്ണ്. ഓളെ ഒരുത്തിന്റെ കിരികിരിക്ക് വേണ്ടിട്ട് ഓന്റെ ജീവൻ കളയണ. ദുനിയാവിലും മോശം ആഖിറത്തിലും മോശമാണ്. ഏതുമായിട്ട് ഉസ്താദിന് ബേജാറായി. ഉസ്താദ് പൈസ എല്ലാക്കി കൊടുത്തു. അയാൾ ചൊല്ലി യാ ഉസ്താദ്, എന്റെ ജീവൻ നിങ്ങൾ രക്ഷിച്ചു, ഞാൻ നിങ്ങളെ മറക്കല. ഞാൻ ഇൻഷാല്ല ഇത്ര നാത്തിനുള്ളിനെ നിങ്ങൾക്ക് കൊടുത്തിട്ട് തരും. ഇൻഷാല്ല ഞാൻ പൈസക്കാരനായ നിങ്ങളെ ഒരിക്കലും മറക്കല. പോയ അഡ്രസ് തിരിച്ചു വന്നിട്ടില്ല പയ്യൊക്കെ ഇങ്ങോട്ട്. ആത്മഹത്യ അയാൾ ചെന്നു ആത്മഹത്യ ആക്കി ഇങ്ങോട്ട് ഞാൻ ആത്മഹത്യ ആക്കുന്ന അവസ്ഥക്ക് എത്തി. എങ്ങനെ ഇയാൾ ഓന് സൂസൈഡ് ആക്കിയിട്ടുണ്ടായിട്ട് എല്ലാവർക്കും ഫോൺ ആക്കിയിട്ട് മേങ്ങിട്ട് കൊടുത്തിന്. എങ്ങനെ ചെയ്ക്കട്ട് പോയിട്ട് ഇങ്ങനത്തെ അല്ല പരിസ്ഥിതി. കളവ് ചെന്നാള് ഉസ്താദോടും ചെന്ന് തങ്ങളോടും ചെന്ന് ആരോടും ചെല്ലാത്ത ആൾ ആരോടും ചെല്ലേല. ചില ആൾ അങ്ങനെ ഉണ്ട്. എന്ത് പറഞ്ഞെങ്കിലും ചിലപ്പോ വിശേലം പറയുമ്പോ ഞമ്മ വിചാരിക്കുക കൊച്ച ആള് സ്ട്രോങ് എന്തല്ല നേര് അല്ലെ. തേന് വിറ്റോണ്ടായാല 200-300 ചെല്ലാല ഒറിജിനൽ തേനാണ്. ഇവിടെ തേന് തന്നെ അല്ലേ. തേന് വേണം നമ്മളെ പൊരയിൽ. എല്ലാവരുടെ പൊരയിലും കുറച്ച് തേന്, കുറച്ച് ഈത്തപ്പഴം. അത് അജുവായങ്ങ് നല്ലത്. മൗലൂദിനെല്ലാം ഈത്തപ്പഴം വെക്കുമ്പോ ജാഗ്രത ആക്കണം. ആ ചാണ പോലെ ഉണങ്ങിയിട്ട് ഒന്നിനേക്കൊന്ന് ജോയിന്റ് ആയിട്ട് അതിന്റെ മോൾക്ക് പഞ്ചാര വേറിയിട്ടല്ല വെക്കുന്ന സുറും. അതിന്റെ പേർക്ക് ഈത്തപ്പഴം വാങ്ങുമ്പോ നല്ല ഈത്തപ്പഴം ആയിക്കോളി ആരോഗ്യത്തിന്. ഒലിവായിൽ നമ്മളെ പൊരയിലുണ്ടാകണം. അതുപോലെ അത്തിപ്പഴം നമ്മുടെ വീട്ടിലുണ്ടാകണം. അങ്ങനെ ഇതിന്റെ ഇടക്ക് ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ട് എല്ലാം കൊടുത്തിട്ട് വെച്ച് ആരെ തൊടാൻ അളക്കുന്നില്ല. ഈ മനസ്സ തിന്നാൻ അളക്കുന്നില്ല. ഉസ്താദ് ചെല്ലി എപ്പോഴും ഭരൽ ഇത് വേണോന്ന്. എന്തിന്റെ ഇത് എടുത്തു വെക്കാനാ? അല്ല, തിന്നാൻ കഴിക്കാൻ കുറച്ച് തിന്നണ്ടല്ലേ, കഴിക്കാൻ വിടുന്നില്ല ഇയാള്. ഉസ്താദ് ചെല്ലിത് എപ്പോഴും ഭരൽ സ്റ്റോക്ക് വേണോ. സ്റ്റോക്ക് വേണമെന്ന് തീരുമ്പോ വേറെ കൊടുത്തിട്ട് വെക്കണോ, അല്ലാതെ കൊടുന്നേനെ തിന്നണ്ടെന്നല്ല. അങ്ങനത്തെ കഞ്ചൂസിന്റെ ഒരു ഉണ്ടാവുമല്ലോ. അള്ളാഹു സലാമത്താക്കട്ടെ. ബഖീലന്മാർ കഞ്ചൂസുകളൊക്കെ ഉണ്ടാകുന്നു. ഏതു ആകട്ടെ. അപ്പൊ എന്തായി എന്ത് പറഞ്ഞു? കളവ്. അതിന്റെ എന്തോ ഒരു കഥ എന്നാണ് ഇങ്ങോട്ട് തേനിലേക്ക്. തേന് ഒറിജിനൽ 4 കുറി ചൊല്ലി. ലാസ്റ്റ് ഇയാൾ അളക്കുന്നില്ല. ഇയാൾ കേട്ട് നേരെ ഒറിജിനൽ തന്നെയാണ്. അപ്പൊ അയാൾ ചൊല്ലി തേനോട് കേൾക്കണോ എന്തെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് ആക്കിനാന്ന്. ഞാൻ എന്തോ ആക്കിയിട്ടില്ല അല്ലേ. ലാസ്റ്റ് ചൊടി വന്നിട്ട് തേന് മിറ്റോ അടങ്ങ് പോയിട്ട് അപ്പുറം ഇപ്പുറം ഡ്യൂപ്ലിക്കേറ്റ് ആക്കിനാന്ന് അറിയല. ഞാനെന്ത് ഡ്യൂപ്ലിക്കേറ്റ് ആക്കിയിട്ടില്ല അല്ലേ. അപ്പൊ ചില നേറ് പറയുന്ന ആൾക്ക് വേഗം ചൊടി വരും. ചില ആൾക്കെല്ലാം ചൊടി വന്ന ആളെല്ലാം നേര് ചെല്ലുന്നൊന്നും അല്ലവാ. ചില ആൾ അങ്ങനെ ഉണ്ടാന്ന് വേഗ കോപ്പ് പറവോറ മനസ്സു ശുദ്ധ മനസ്സു തേടിയിടുന്ന സ്റ്റാറ്റസിൽ എല്ലാവരും പറഞ്ഞിട്ട് വന്നിട്ട്. എങ്ങനെ ചൊടി വരുന്ന ആൾക്കെല്ലാം ശുദ്ധ മനസ്സെന്ന് അർത്ഥമില്ല. ശുദ്ധ മനസ്സുള്ള ആൾക്ക് ചിലപ്പോ പെട്ടെന്ന് ചൊടി വരാന്ന് മാത്രമാണ്. ചൊടി വരുന്നതിന് തൊട്ട് അല്ലാഹു കാക്കട്ടെ. മുഅ്മിനീങ്ങളെ, കൽബിൽ മുഴുവനും തഖ്വ ഉണ്ടാകണം. കൽബിൽ നല്ല ഭയപ്പാടുണ്ടാകണം. ആ ഭയപ്പാട് ഉസ്താദോട് വേറെ, തങ്ങളോട് വേറെ, പള്ളിയിൽ വേറെ, റമളാനിൽ വേറെ എന്നില്ല, എല്ലായിടത്തും വേണം. അവരുമായി ബന്ധപ്പെടുമ്പോ പ്രത്യേകം സൂക്ഷിക്കുകയും ചെയ്യണം. തഖ്വയുള്ളവരാരോ തഖ്വ കാണിക്കാനുള്ളതല്ല, കൽബിലാണ് തഖ്വ. അള്ളാഹുവിനോടുള്ള ഭയപ്പാട് കൽബിന്റെ ഉള്ളില് ഖാലിഖായ റബ്ബുൽ ഇസ്സത്തുമായി ബന്ധപ്പെട്ട സ്നേഹമുണ്ടാകണം. അങ്ങനെ നമ്മൾ അള്ളാഹുവിനോട് ഭയവും സ്നേഹവും ബൈനൽ ഖൗഫി വറജാ, അള്ളാഹിനെ പേടിയും വേണം. അള്ളാഹു രക്ഷപ്പെടുത്തുന്നുള്ള നിയത്തും ഉണ്ടാകണം. ഒരൊറ്റ ഒരു ധൈര്യം, എന്നെ റബ്ബ് തആല ഒഴിവാക്കൂല, എന്നെ അള്ളാഹു കൈവടിയൂല. മുഅ്മിനേ, നീ എത്ര തോറ്റാലും, നീ എത്ര സങ്കടത്തിലായാലും, മറ്റുള്ളവർ നിന്നെ തോപ്പിച്ചു കളഞ്ഞാലും, മറ്റുള്ളവർ നിന്റെ സമ്പത്തുകൾ എടുത്തു കളഞ്ഞാലും, നിന്നെ കച്ചവടത്തിൽ തകർക്കപ്പെട്ടാൽ
തകർക്കപ്പെട്ടാലും നിന്റെ ഇസ്സത്ത് തകർക്കപ്പെട്ടാലും നിന്നെ ആളുകൾ കളിയാക്കി ചിരിച്ചാലും ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് ആശമുറിയരുത്. അല്ലാഹു ഇസ്സത്ത് തരുന്നു, അവൻ സമ്പത്ത് തരുന്നു, അവൻ പരീക്ഷണം തരുന്നു, അവൻ വിജയം തരുന്നു, എല്ലാം തരുന്നവനവനാണ്. ഹുവൽ മുഅ്തി ഹുവൽ മാനി, എല്ലാം കൊടുക്കുന്നവനും തടയുന്നവനും അല്ലാഹുവാണ്. അതുകൊണ്ട് റബ്ബിനെ ഭയപ്പെട്ടോ. റബ്ബല്ലാതെ ഒരാളെയും പേടിക്കേണ്ടതില്ല, ഒരാളുടെ മുന്നിലും തലകുനിക്കേണ്ടതില്ല. റബ്ബിനെ ഇഷ്ടം വെക്കുകയും പേടിക്കുകയും ചെയ്ത അല്ലാഹു നിങ്ങളെ ഇഷ്ടം വെക്കുന്നു. അല്ലാഹുവിന്റെ മലക്കുകൾ നമ്മെ ഇഷ്ടം വെക്കുന്നു. അല്ലാഹുവേ, നീ ഇഷ്ടപ്പെടുന്നവരിൽ ഞങ്ങളെ പെടുത്തണമല്ലാ. പിന്നെ അല്ലാഹു ഇഷ്ടപ്പെടുന്നത് വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. ആൽ ഇംറാൻ 134-ാമത്തെ ആയത്തിലൂടെ റബ്ബ് തആല പറയുകയാണ്, റബ്ബ് സുബ്ഹാനഹു വ തആല നന്മ ചെയ്യുന്നവരെ അല്ലാഹുക്ക് ഇഷ്ടമാണ്. ആളുകൾക്ക് ഉപകാരം ചെയ്യുന്നവൻ യുഹ്സിനൂന മഅന്നാസ്, ജനങ്ങളോട് നന്മ ചെയ്യുന്നവർ, അൽ ഇഹ്സാൻ, ആളുകൾക്ക് ഉപകാരം ചെയ്യുന്നവർ, നാട്ടുകാർക്ക് നന്മ ചെയ്യുന്നവർ, മനുഷ്യരോട് നന്മ ചെയ്യുന്നവർ, എല്ലാവർക്കും ഉപകാരം ചെയ്യുന്നവർ, ആരെയും ബുദ്ധിമുട്ടിക്കുന്നവരല്ല, ആരെയും കരയിപ്പിക്കുന്നവരല്ല, ആരെയും കളിയാക്കി ചിരിക്കുന്നവരല്ല, ആരുടെയും നാണം കെടുത്തുന്നവരല്ല, ഒരാളെയും ബേജാറിലാക്കുന്നവരല്ല, ഒരു കല്യാണവും മുടക്കുന്നവരല്ല, ഒരുത്തന്റെ കച്ചവടത്തിനും പാരവെക്കുന്നവരല്ല, ഒരാൾക്കും സീർ വെക്കുന്നവരല്ല. അങ്ങനെയാണ് എല്ലാവർക്കും നമ്മളെ കൊണ്ട് ഉപകാരം ചെയ്യാന്നാണ്. എന്തെങ്കിലും ഒരു ഉപകാരം, ഒരു സദസ്സ് കൂടിപ്പിരിയുമ്പോ എന്തെങ്കിലും ഒരു ഉപകാരം ആക്കണം എന്നുള്ള നീയത്തുണ്ടെങ്കിൽ അത് അല്ലാഹു കബൂലാക്കുന്നു. അങ്ങനെ മനസ്സെങ്കിലും വേണം. അതായത് ഒരാൾ ബുദ്ധിമുട്ടിലാകുമ്പോ നമുക്ക് സങ്കടം വേണം, ഒരാൾ ബേജാറിലാകുമ്പോ അത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. ഇപ്പൊ ഒരാള് വണ്ടി ആക്സിഡന്റ് ആയി, യാ റബ്ബേ, കാണുമ്പോ നമുക്ക് എല്ലാവർക്കും ബേജാറാവും, പാവം എന്നെല്ലാം വിചാരിക്കും. അതെല്ലാം ഒരാള് നല്ല വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോ, ഒരു ബെൻസിലല്ല പോകുമ്പോ, നമ്മൾ അറിയുന്ന ആളാണ്, മൂക്കട്ടഴിച്ചോണ്ട് നടന്നുകൊണ്ടായി പണ്ട് സ്കൂൾക്കെല്ലാം പോകുമ്പോ, മാർക്ക് എന്തിലും എല്ലാത്തിലും ദിഡ്ഡാലിക്കൊണ്ടായി, നല്ല 1.5 കാറിൽ പോകുമ്പോ അൽഹംദുലില്ലാ, ഓനെങ്കിലും ജയിച്ചല്ല, സലാമത്തായി, ഓൻ ഇങ്ങനാവുന്ന ഞങ്ങൾ വിചാരിച്ചിട്ടേ ലാട്ട്, അൽഹംദുലില്ലാ. ഇത് നമുക്ക് പറയാൻ പറ്റുന്ന അങ്ങനെ പോയിട്ട് ബെള്ളാരിൽ കുത്തി നമുക്ക് സമാധാനായി. ഓൻ പോകുമ്പോളേ ഞാൻ ഇരിച്ചിന് ഓന്റെ ആൾക്കാര ഓന്റെ എല്ലാം ഓൻ കണ്ണു വെച്ചിട്ടാണ് ഓൻ പോയിട്ട് അവിടെ കുത്തിയത്. ഓൻ ഇങ്ങനെ നോക്കിയിട്ട് ബായി വന്നിട്ട് ബാക്കി ആടെ സ്റ്റക്ക്. ഓന്റെ അവസ്ഥ ഓ അണ്ണം എഴുതിക്കൊണ്ട് വന്നോണ്ടായി മൂക്കിൻ്റെതായ എന്തും അറിയാത്ത ബോള സുബ്ബ ഓ ഉസാറായ ഞമ്മ വെണ്ണ അല്ല. മറ്റുള്ളവരുടെ സന്തോഷം, മറ്റുള്ളവരുടെ ഐശ്വര്യം, മറ്റുള്ളവരുടെ ഇസ്സത്ത്, അതുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷമാണോ? അതിനെക്കാട്ടിയും വലിയ ഇസ്സത്ത് അല്ലാഹു നിങ്ങൾക്ക് തരും. ആളുകൾക്ക് നമ്മുടെ വാക്കുകൊണ്ട് മുഅദ് തങ്ങളോട് ഹബീബ് പറഞ്ഞില്ലേ, വബിലീനിൽ കലാം, നല്ല വാക്ക്, സൗമ്യമായ വാക്ക്, സന്തോഷിപ്പിക്കുന്ന വാക്ക്, അങ്ങനെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു നിങ്ങളെ സന്തോഷിപ്പിക്കുകയാണ്. ആൾക്കാരെല്ലാരെ സന്തോഷിപ്പിക്കുക. ആൾക്കാർക്ക് നമ്മളൊന്ന് കണ്ടിട്ട് പിരിയുമ്പോ സന്തോഷാകണം, അല്ലെ? പൊര കുടിക്കല്ലോ പോയെങ്കിൽ പോയത്ത് എന്തെല്ലാണോ പൊരല്ലോ ഭാര്യ നല്ല, ഇനി പൈൻറ്റ് മാത്രം കുറച്ച് ഡാർക്കായി കുറച്ച് ലൈറ്റാക്കി ഓ ആകെ ഭയങ്കര സന്തോഷത്തിലുണ്ടായ പൊരല കെട്ടിയിട്ട് പോയി. ഓന്റെ കൽബിന്റെ താക്കത്തല്ല പോയി. പിന്നൊരുത്തം വന്നിട്ട് ചെല്ലി കറക്റ്റായി മാത്രം ഗ്രാനൈറ്റ് കുറച്ച് കളർ ഡിമ്മായി പോയി, പിന്നെ കുറച്ച് അതും പോയി. നിങ്ങളെന്താ ഫൈൻറ്റോ ഇതെല്ലാം മറ്റേ സയന്റിസ്റ്റാ, നിങ്ങളെ നോക്കാം, എഞ്ചിനീയറാ, നോക്കാൻ വന്നാണല്ലല്ല. അൽഹംദുലില്ലാ, മാഷാ അല്ലാ, തബാറക്കല്ലാ, ബാറക്കല്ലാ, അങ്ങനെ പറഞ്ഞിട്ടല്ലേ പോകേണ്ടത്. പറയില്ല. നമ്മളെ ഈ ഭാഗത്തിലുള്ള ഒരു പ്രശ്നം അതാണ്, അല്ലേ? പെണ്ണുങ്ങൾക്കും അങ്ങനെ ഗൾഫിൽ നിന്നെല്ലാം വന്നിട്ട് മംഗലം വിളിക്കാൻ പോയിട്ടാകുമ്പോ എത്രയുണ്ട് മോനെ ശമ്പളം? ഏത് ഓന്റെ കഫീലിന്റെ ഉമ്മയാ? ഏത് എത്രയുണ്ട് ശമ്പളം? 1 ലക്ഷം ഉണ്ടാ? 1 ലക്ഷം അവിടെ റൂമിന് വാടിക്കാൻ മതിയാണ് 1 ലക്ഷം. ഈനെ ഇതിന് കണക്കൂട്ടുന്നേ. അപ്പോൾ ഓൾ എന്താക്കുന്നു? ഞാൻ 4 മക്കളുണ്ട് ഗൾഫിൽ, കുറഞ്ഞിട്ടൊരു 4 ലക്ഷം ഓളിന് എങ്ങനെ തീർക്കുന്നത്? പിന്നെ ഓക്ക് വരക്കുന്നത് എങ്ങനെയെങ്കിലും ഹാർട്ടിന് സീക്ക് ബന്ധനം മതിയാട്ടി എങ്ങനെയെങ്കിലും വായന മതിയാവട്ടെ, അല്ലേ? ഇങ്ങനെ ആളുകളോട് ചില ആൾക്കാർ അങ്ങനെ ഉണ്ട്.
ഫസ്റ്റ് കണ്ടിട്ട് അസ്സലാമു അലൈക്കും റാത്ത എങ്ങനെ നിങ്ങക്ക് ഷുഗർ ഉണ്ടാ? ഓ എന്താ ഡോക്ടർ ചോദിച്ചിനെ എങ്ങനെ എന്താ വച്ചീനെ വീടെല്ലാം ഒട്ടീനെ അല്ലേ തടിയെല്ലാം പോയിനല്ല. ആൾക്കാരോട് സംസാരിക്കുമ്പോ അൽ കലിമത്തു തയ്യിബത്തു സദഖ, നല്ല സംസാരം സദഖയാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടാളോട് ശമ്പളവും ബേസല കേൾക്കാൻ പാടില്ല. നമ്മൾ ഏറ്റവും വലിയ സമസ്യ അത്. എത്ര ശമ്പളം ഉണ്ട് കേൾക്കുന്നത് ഇല്ല, അങ്ങ് ചർച്ച നിങ്ങക്ക് എത്ര വയസ്സായി, നിങ്ങക്ക് എത്ര വയസ്സായി. അസ്രായിലിന്റെ പണി ഞമ്മക്കാർക്കും ഇല്ലല്ലേ. എത്ര വയസ്സായെങ്കും റൂ പിടിക്കുന്ന സമയമാകുമ്പോ വന്നിട്ട് കൊണ്ടുവന്നു. ഇനി ബസ്സിന്റെ കണക്ക് എന്തില്ല. പിന്നെ ചില ആള് ബയസ് കേട്ടങ്ങ് നേരെ ഒന്നുമില്ല. 40 പാസ്സായി, 40 പാസ്സായിട്ട് 9 കൊല്ലായി, 49ആയി. കളവല്ല നേരന്നെ നേരല്ലേ. 40 പാസ്സായാലും കളവല്ല. പിന്നെ ചില ആള് ചെന്നു 40 ആയത്രേന്ന്, അത് കളവും. 40 പാസ്സായിന് ചെല്ലിക്കോളി, മോശമില്ല. 60 40 പാസ്സായിട്ടേ ഉള്ളത് അല്ലേ. പെണ്ണുങ്ങ ബിൽക്കുള് ആധാർ കാർഡ് കേട്ടേം കാണിക്കുന്നില്ല, കൊടുക്കും വേണന്നെയാ നേക്കത് പിന്നെയും. കാരണം ഓർക്ക് സൈബറിന്റെ ഓർക്കും എന്തറിയാൻ പാടില്ല, ബസ് എത്രയായിന്ന് അറിയാൻ പാടില്ല. ഇവിടുത്തെ പെണ്ണുങ്ങൾ നല്ല മനുഷ്യന്മാർ, ആണുങ്ങളും അങ്ങനെ. ബസ് കുറെ നേരെങ്കിൽ അല്ലെ താടി മീശക്കല്ലേ നമ്മ കറുപ്പടിക്കുന്നതിന്റെ ആണുങ്ങ ബസ് ഓർക്കാൻ. അല്ലാതെ ആരോഗ്യം കിട്ടൂലല്ലോ. കെമിക്കൽ അടിച്ചുകൊണ്ട് ആരോഗ്യം കിട്ടാൻ പോകുന്നില്ല. അസ്രായിലിൽ വന്നിട്ട് ചേഞ്ച് ആവൂല്ല. ഓ എന്താ കറുത്തിട്ട് ചില അങ്ങനെ ഉണ്ടാന്ന്. ബിയാഴ്ച വെളുത്തിട്ടുണ്ടാന്ന് ജിഗ് ജിഗ് ബൾബിട്ട പോലെ അടാടാടാടല്ല. വെള്ളിയാഴ്ച നോക്കുമ്പോ നല്ല ഫ്രഷ് എല്ലാം കറുത്തിട്ട് ആ ബെൽത്തിന്റെ അഡ്രസ്സേ ഇല്ല അല്ലേ. അങ്ങനെയുണ്ട് ചില ആളുകളെല്ലാം. വെള്ളിയാഴ്ച എല്ലാം ഭംഗിയാണോ, കറുപ്പിട്ടിട്ട് ഭംഗിയാവാൻ പാടില്ല. ഏതുമാകട്ടെ ആളുകളെ സന്തോഷിപ്പിക്കണം നമ്മൾ. നമ്മുടെ വാക്കുകൊണ്ട് പ്രവർത്തി കൊണ്ട് നമ്മുടെ ജമാഅത്തിലോ നാട്ടിലോ വീട്ടിലോ കുടുംബത്തിലോ എവിടെയും ബുദ്ധിമുട്ട് വരാത്ത രൂപത്തിലുള്ള സംസാരങ്ങളാകണം. വിഷയം പറയുമ്പോ അല്ലെ പെണ്ണുങ്ങളെല്ലാം ജാഗ്രത ആക്കണം. ചില ആൾക്ക് ഈ കണ്ണ് കൊള്ളുന്നുണ്ടല്ലേ, കണ്ണ് അല്ലായിനു ഹക്കുൻ, കണ്ണേറ് ഹക്കാൻ. ഇടെന്തല്ല കണ്ണുകൊള്ളുന്നേനി ഇല്ലേ ഇല്ലേ കൊള്ളുന്ന കണ്ണ് കൊള്ളുന്ന തന്നെ ഉസ്താദിയല്ലേ. അപ്പൊ ഇടയില്ല കണ്ണ് കൊള്ളുന്നത് ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. അള്ളാഹു സലാമത്താക്കട്ടെ. ഈ ചില ആള് കണ്ണ് കൊള്ളിക്കുന്നവരുണ്ടാകും. പക്ഷം കോടാനുകോടി കൊല്ലം കഴിഞ്ഞാലും നാളെ മഹ്ശറിൽ രക്ഷപ്പെടാൻ കഴിയില്ല. ദുനിയാവിൽ നിനക്കോ നിന്റെ മക്കൾക്കോ മാറാവ്യാധി രോഗങ്ങളായി, ബുദ്ധിമുട്ടുകളായി, അപകടങ്ങളായി, ആക്സിഡന്റുകളായി, ക്യാൻസറായി. അത് തിരിച്ചടിക്കാതിരിക്കില്ല. മദ്ലൂമായ മനുഷ്യന്റെ ദുആക്ക് അല്ലാഹു ഉത്തരം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഹക്കടപാട് ബാക്കി വെച്ചിട്ടുള്ള ജീവിതം വേണ്ട. ഒരാളെയും നീ ബുദ്ധിമുട്ടിക്കണ്ട. പോലീസുകാരനായ മനുഷ്യൻ പാവപ്പെട്ട മനുഷ്യന്റെ കയ്യിൽ നിന്ന് മീൻ പിടിച്ചു പറ്റുന്നു. അപ്പോൾ ഹയാത്തുൽ ഹയവാനിൽ സംഭവമുണ്ട്. ഷോർട്ടാക്കി പറയാം. പിടിച്ചു പറ്റിയിട്ട് ആ മനുഷ്യൻ പറയുന്നു, ഞാനൊരു പാവപ്പെട്ടവനാണ്, ഒരുപാട് കാലം ആഗ്രഹിച്ചിട്ട് കിട്ടിയ മീനാ, എന്റെ കുടുംബത്തിന് വേണ്ടി ആഗ്രഹത്തോടെ കൊണ്ടുപോകുന്ന മീനാ. പോലീസുകാരൻ പറഞ്ഞു, പണം തരാൻ തരുവോ? ഇല്ല എന്ന് പറഞ്ഞു. പണത്തിനും കൊടുത്തില്ല, സദക്കയും കൊടുത്തില്ല. പോലീസുകാരൻ പിടിച്ചുപറ്റി വീട്ടിലേക്ക് കൊണ്ടുപോയി. അത് ആഹാരമാക്കി കറിയാക്കി കൂട്ടുമ്പോ കയ്യിന്റെ ഒരു വിരളിലേക്കാ മുള്ളൊന്നുകൊണ്ട്. അങ്ങനെ അതാ കാലം കഴിഞ്ഞ് മുന്നോട്ട് പോയി. ദിവസങ്ങൾ മുന്നോട്ട് പോകുമ്പോ തറച്ച മുള്ള്, തറച്ച വിരൽ പഴുക്കുകയാണ്. അവസാനം വിരൽ മുറിച്ചു മാറ്റേണ്ടി വന്നു. പിന്നെ മുൻകൈ മുറിച്ചു മാറ്റേണ്ടി വന്നു. പിന്നെ മുട്ടുകൈ മുറിച്ചു മാറ്റേണ്ടി വന്നു. പിന്നെ കൈ മുഴുവനും മുറിച്ചു മാറ്റേണ്ടി വന്നു. എല്ലാം മുറിച്ചു മാറ്റിയപ്പോ അയൽവാസിയായ മനുഷ്യൻ ചോദിക്കുകയാണ്, ഇതെങ്ങനെ വന്നു? ഇത്രയും പെട്ടെന്ന് കൈ എങ്ങനെ നഷ്ടപ്പെട്ടു പോയി? അപ്പോഴതാ ആ മനുഷ്യൻ പറഞ്ഞു, മീനിന്റെ മുള്ളിൽ നിന്ന്. അദ്ദേഹം പറഞ്ഞു, മീനിന്റെ മുള്ളു കൊണ്ട് ഇങ്ങനെ വരൂലല്ലോ, ഇങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ. ആ മീൻ എവിടെ നിന്ന് കിട്ടി? അപ്പോഴാ മനുഷ്യൻ പറയുന്നു, ഒരാള് വീട്ടിലേക്ക് മീൻ കൊണ്ടുപോകുമ്പോ ഞാനത് വിലക്ക് ചോദിച്ചു, അയാൾ തന്നില്ല. ഞാൻ പിടിച്ചു വലിച്ചു വീട്ടിലേക്ക് കൊണ്ടുപോയി. അതാരം കഴിക്കുമ്പോ കയ്യിലോട്ട് കൊണ്ടതാണ്. അങ്ങനെ തുടങ്ങിയതാണ്. അപ്പോഴാ മനുഷ്യൻ പറയുന്നു, മനുഷ്യ, ഓ സഹോദരാ, ആ മീൻ വാങ്ങിയവനിൽ നിന്ന് നീ പൊരുത്തപ്പെടിച്ചിട്ടില്ലെങ്കിൽ നിന്റെ ശരീരം മുഴുവനും കലങ്ങാം, നിന്റെ ശരീരം മുഴുവനും കലങ്ങിപ്പോകും. അതുകൊണ്ട് മാപ്പ് ചോദിക്കണേ. കടപ്പുറത്തിലൂടെ നടന്നിട്ട് ആ മനുഷ്യനെ കണ്ടെത്തിയിട്ട് കാൽ പിടിച്ച് മാപ്പ് ചോദിക്കുകയാ, എനിക്ക് മാപ്പ് തരുമോ?
എനിക്ക് മാപ്പ് തരുമോ? അദ്ദേഹം ചോദിക്കാ നിങ്ങളാരാ? അപ്പോൾ പറയാ ഒരു മാസം മുമ്പ് നിങ്ങളുടെ കയ്യിൽ നിന്ന് മീൻ പിടിച്ചു വാങ്ങിയ പോലീസാ, ഇന്നെന്റെ കൈ നഷ്ടപ്പെട്ടു പോയി, നിങ്ങൾ മാപ്പ് തന്നില്ലെങ്കിൽ ഞാനങ്ങ് അലിഞ്ഞു പോകുന്നു. അദ്ദേഹം അല്ലാഹു പുറത്തു തരട്ടെ, ഞാൻ നിങ്ങൾക്ക് മാപ്പ് തന്നിരിക്കുന്നു. പറയണ്ട താമസം കൈ ഉണങ്ങുകയാ. അദ്ദേഹം പോലീസ് പണി രാജിവെച്ചിട്ട് ആളുകളോട് നടന്നുകൊണ്ട് പറയാണ്, അലാമൻ റാനി, എന്നെ കാണുന്നവർ ഒന്ന് പഠിക്കണം, നിങ്ങൾ ആരെയും ആക്രമിക്കല്ല, അക്രമമായിട്ടൊന്നും ഉണ്ടാക്കല്ല, അക്രമമായി മറ്റുള്ളവന്റെ സ്വത്ത് വാങ്ങല്ല, അക്രമമായി മറ്റുള്ളവന്റെ പണം പിടിച്ചു വെക്കല്ല. അങ്ങനെ ചെയ്തോ എന്റെ കൈ നഷ്ടപ്പെട്ടത് കൊണ്ടോ ഒരൊറ്റ മീന് കൊണ്ട് എന്റെ കൈ പോയല്ലോ. മരണം വരെ പോലീസ് പണി രാജിവെച്ചിട്ട് നാട് നീളെ നടന്നുകൊണ്ട് ആളുകളോട് പറയുന്നു, എന്നെ കണ്ടവർ പഠിക്കണം, ഒരാളെയും ആക്രമിച്ച ഒരു സ്വത്തും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നില്ല. നിങ്ങളെ ആളുകൾക്ക് ഉപകാരം ചെയ്യുക, ജനങ്ങൾക്ക് നന്മയുണ്ടാകാൻ കൊതിക്കുക, ആളുകൾക്ക് സന്തോഷമുണ്ടാക്കാൻ കൊതിക്കുക, അല്ലേ? രോഗിയായ മനുഷ്യനെ കാണുമ്പോൾ സാരല്ല, ഇതല്ല വലിയ വിഷയമല്ല, ഷുഗർ എത്ര 300 വിഷയമല്ല, ഈ രൂപത്തിലായി നമ്മൾ അവരെ സന്തോഷിപ്പിക്കുക. ആളുകളെ സന്തോഷിപ്പിച്ചാൽ നമ്മളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ സന്തോഷിപ്പിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ അങ്ങനെ ചിന്തിക്കുക. അതുകൊണ്ടല്ലേ അൽ കലിമത്തു തയ്യിബത്തു സദഖ, നല്ല സംസാരം സദഖയാണെന്ന്, അല്ലേ? അത്തബസ്സുമു സദഖ, ആളുകളെ നോക്കി പുഞ്ചിരിക്കൽ സദഖയാണ്. ആളുകളെ നോക്കിയിട്ട് പുഞ്ചിരിക്കണം. ജനങ്ങൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ 110 ആവാൻ പാടില്ല. ആളുകളെ നോക്കിയിട്ട് ചിരിക്കണം. പൊട്ടിച്ചിരിക്കേണ്ട ആവശ്യമില്ല, കളിയാക്കി ചിരിക്കലുമല്ല. ചിരി പല ചിരിയുണ്ട്, അല്ലേ? സൈക്കിളിൽ നിന്ന് വീണപ്പോഴുള്ള ചിരി, ജാർട്ട് വീണപ്പോഴുള്ള ചിരി, പലതും ഇല്ലേ? സെൽഫി എടുക്കുമ്പോ ഒരു ചിരിയുണ്ട്, അല്ലേ? എത്ര പ്രാവശ്യം സെൽഫി എടുക്കും, അല്ലേ? അപ്പൊ അത് ആ ചിരിയല്ല. പിന്നെണ്ടൊരു ചിരി, ക്യാമറക്കാരൻ എതിരിലേക്ക് വരണം, അല്ല പിടിച്ചോണ്ട് അപ്പൊ ചിരി പാസ്സാക്കും. അതെന്തിന്? ക്യാമറക്കാരനെ നോക്കി ചിരിക്കുന്നല്ല. പിന്നെ എന്റെ ഫോട്ടോ വരുമ്പോ മംഗളത്തിന്റെ അടുത്ത് ചില അങ്ങനെ ഇപ്പൊ ഒരു ഫോട്ടോ എടുക്കലുണ്ടല്ല ആൾക്കാർക്കല്ലോ. ഇപ്പൊ ഫോട്ടോ എടുത്തന്നെ ഇപ്പൊ കാണുമ്പോ ഒരു കോസിയുണ്ട്, ഒരു 2 കൊല്ലം കഴിഞ്ഞ് നോക്കുമ്പോ ഞമ്മക്ക് തന്നെ ബേജാറ്, ഞാൻ പണ്ട് ഇങ്ങനെ ഉണ്ടായതാപ്പാന്ന്. അന്നീനെ ലൈക്ക് അടിക്കാത്തതിന് ഗലാട്ടാക്കിനി, ഇത്ര നല്ല ഫോട്ടോ എടുത്ത് നീ ലൈക്ക് അങ്ങ് ഇട്ടിട്ടില്ലല്ലേ, അല്ലെ? പെണ്ണുങ്ങൾക്ക് ഞാനും ഫോട്ടോ ഇട്ടിട്ട് പെണ്ണുങ്ങളായ സഹോദരങ്ങൾ ലൈക്ക് അടിച്ചിട്ടില്ല, അങ്ങനെ പിന്നെ ഒരു ഫരക്ക് സംബന്ധം തന്നെ കട്ട് പോന്നേയില്ല. ഞാൻ എന്റെ ഗ്രൂപ്പിൽ ഫോട്ടോ ഇട്ടിട്ട് ഒരു ലൈക്ക് അടിച്ചിട്ടില്ല, ലൈക്ക് അടിക്കാത്തതിനുള്ള ഗലാട്ടാന്ന വിഷയം. അങ്ങനത്തെ അല്ല കാലം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖൈർ നൽകട്ടെ. ഇതിന്റെ ഇടയ്ക്ക് ഒരാൾ പറഞ്ഞു, ഗലാട്ടല്ലായിട്ട് ആട്ട് പിടിച്ചപ്പോ ചൊല്ലി ഓളോട് ഓക്കെ എന്നോട് ഭയങ്കരമായ ചൊടിന്നല്ലേ ലാസ്റ്റ്. അപ്പൊ ചൊടി എങ്ങനെ മനസ്സിലാക്കി? ഓള് പറഞ്ഞില്ല, എനിക്ക് ഒരു ചൊടി ഓരോടില്ല, ഇല്ല ഞങ്ങളെ അങ്ങോട്ട് ഭയങ്കര ചൊടിയുണ്ട്, ഞങ്ങളെ കണ്ടങ്ങാന്നില്ല. എങ്ങനെയാന്ന് അന്വേഷിച്ചുകൊണ്ട് പോകുമ്പോൾ പറയുന്നു, ഞാൻ ഇത്ര കാലായി എന്റെ ഫോട്ടോ ഇട്ടിട്ട് ഒരൊറ്റ ഫോട്ടോക്കൂർ ലൈക്ക് അടിച്ചിട്ടില്ല. ആര്? ചൊടി എന്നുള്ളതിലേക്കുള്ള ഒരു അടയാള ലൈക്ക് അടിക്കാത്തത്. ഇങ്ങനെയുള്ള കാലമാണ്, ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് തമ്മിലടിക്കുന്ന കാലമാണ്. അതുകൊണ്ട് ആളുകളോട് ഉപകാരം ചെയ്യുക, ആളുകളോട് നന്മ ചെയ്യുക, ആളുകൾക്ക് നന്മയുണ്ടാക്കി കൊടുക്കുക ജീവിതത്തിലുടനീളം. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഖൈർ നൽകണേ അല്ലാ. പിന്നെയോ റബ്ബ് തആല ഇഷ്ടപ്പെടുന്ന ആളുകൾ, അല്ലാഹു യുഹിബ്ബുൽ മുത്തതഹിരീൻ. ബഖറ സൂറത്തിൽ 222-ാമത്തെ ആയത്തിൽ റബ്ബ് തആല പറയുന്നു, കൽബും ശരീരവും ശുദ്ധി ഉണ്ടാകണം, നല്ല വൃത്തി. തടിയും വൃത്തി ഉണ്ടാകണം, കൽബും വൃത്തി ഉണ്ടാകണം, നല്ല ഡ്രസ്സ് ധരിക്കുക. വെള്ളിയാഴ്ച എങ്കിലും ആണുങ്ങള് ഒരു വെളുത്ത തൊപ്പി, വെളുത്ത കുപ്പായം, വെളുത്തമുണ്ട് ഹബീബ് തങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രമല്ലേ. പെണ്ണുങ്ങളും നിസ്കാര കുപ്പായം കഴിവിന്റെ പരമാവധി വെളുത്ത തന്നെ ആക്കുക. ഇപ്പൊ നൈറ്റി പോലെ കളർ പൂവിന്റെതെല്ലാം വന്നിനി, ഗൾഫിൽ നിന്നെല്ലാം വരുന്നു. ആണെങ്കിലും എപ്പോഴെങ്കിലും ഇടണ്ടെന്നൊന്നും അല്ല, ആ വെളുപ്പിന്റെ ഒരു സന്തോഷം. കളർ തെറാപ്പി ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ട്. മാനസിക രോഗികളെ ചികിത്സിക്കുന്നത് വെളുത്ത കളറിലൂടെയാണ്. അതുകൊണ്ട് വെള്ള വസ്ത്രം ഖൈറാൻ, അല്ലേ? അത് നിങ്ങൾ ധരിക്കണം. മരിച്ചവരെ കഫൻ ചെയ്യാനും അതാണ്. അതുകൊണ്ട് വെള്ള വസ്ത്രം ആദത്താക്കുക.
നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക, ഞെരിയാണിക്ക് മുകളിൽ പാന്റ് ധരിക്കുക, ഞെരിയാണിക്ക് മുകളിൽ തുണി ഉടുക്കുക, പൊക്കിള് മറക്കുന്ന രൂപത്തിലുള്ള പാന്റ് ധരിക്കുക, നൈറ്റ് പാന്റോ അല്ലെങ്കിലോ നിസ്കാരത്തിനും റമളാനിനും അല്ലാത്തപ്പോഴൊക്കെ ഖത്തീബ് ഉസ്താദിനോട് ചോദിച്ചിട്ട്, ഉസ്താദേ ഈ പാന്റ് ധരിച്ചാൽ എന്റെ ഔറത്ത് മറയോ, ഈ ഔറത്ത് മറഞ്ഞാൽ എന്റെ നിസ്കാരം ഇങ്ങനെ സ്വഹിയാവോ? ഉമ്മ നല്ല ലൂസായ വസ്ത്രങ്ങൾ അബനി ആദം ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ യുവാരി സൗആതികും വരീഷ വലിബാസു തഖ്വാ ദാലിക ഖൈർ. നല്ല വസ്ത്രമണി, നല്ല ലൂസായ വസ്ത്രം. ആണുങ്ങളും ശ്രദ്ധിക്കുക, പെണ്ണുങ്ങളും ശ്രദ്ധിക്കുക. ഡ്രസ്സെല്ലാം ഇടുമ്പോൾ കുറച്ച് ലൂസായ വസ്ത്രം ഇടൽ നല്ലതാണ്. ഖബർ വിശാലാകുന്നാണ്. ടൈറ്റ് വിറ്റ് വസ്ത്രങ്ങൾ മനസ്സ് കൂടുസാകുന്നാണ്. ആണുങ്ങൾ പാൻ്റാണെങ്കിലും ജുബ്ബാണെങ്കിലും പെണ്ണുങ്ങളെ പർദ്ദയാണെങ്കിലും ഒക്കെ എങ്ങനെ ആക്കുക? ലൂസായി ധരിക്കുക. ലൂസ് അല്ലെങ്കിൽ ഇനി നാളെ അരേ ലൂസ് ഉള്ളത് ഉസ്താദിന്റെ വിഷയം കേട്ടിട്ട് പാന്റ് ചാർട്ട് വീണുണ്ടെന്ന് മംഗളത്തിനെല്ലാം പോകുമ്പോൾ ടൈറ്റ് കെട്ടിക്കോളി. വേണ്ടി എത്ര മാത്രം ചോറയ്ക്കാൻ നമ്മ ബെൽറ്റെല്ലാം വെച്ച് ലൂസാക്കിട്ട് അന്തജി വെച്ചോണ്ടെങ്ങായി. പിന്നെ അര ലൂസ് നല്ലതല്ലേ അത്? വസ്ത്രം മുഴുവനും ശരീരത്തിന്റെ വണ്ണ വലുപ്പം, കയ്യിന്റെ കാലിന്റെ അല്ലേ. ജീൻസ് പാന്റ് ഇടണ്ടാറിയ പെണ്ണുള്ളതേക്കുന്നത്. അപ്പൊ ജീൻസ് പാന്റ് ആണുങ്ങൾക്ക് മാത്രമുള്ള ഞങ്ങൾക്ക് ഇട്ടങ്ങ എന്തേന്ന് ഞാൻ ശരി ഈ മാതിരി പെണ്ണുങ്ങ ഇട്ടെന്ന് കണ്ടെങ്കിൽ ആണുങ്ങ ജീൻസ് പാന്റ് ബൈക്കോട്ട് അളക്കുന്ന ഏർപ്പാട്ടിലുണ്ട്. കാരണം ആ മാതിരി സകല ജീൻസ് ഓറിനിട്ടവന് ആണുങ്ങൾക്ക് വിലയുണ്ട് അല്ലേ. ആണും പെണ്ണും ഒരുപോലെ ഒരിക്കലും അല്ല. ബ്രെയിനിൽ തന്നെ സെല്ലുകളിൽ തന്നെ 4000 സെല്ലുകൾ ഏറെക്കുറവുണ്ട് ആണിനും പെണ്ണിനുമായിട്ട്. അതിന്റെ അർത്ഥം ആയിഷ ബീവിനെ കാട്ടി ഞമ്മക്ക് ബുദ്ധിയുണ്ട് എന്നൊന്നും അല്ല പറഞ്ഞതിന്റെ അർത്ഥം. ആണും പെണ്ണും ഒരുപോലെ. ആണിന് അല്ലാഹു കൊടുത്ത സ്ഥാനമാനമുണ്ട്, പെണ്ണിന് അല്ലാഹു കൊടുത്ത ബഹുമാനമുണ്ട്. ഇല്ല എന്നൊന്നുമല്ല. പിന്നെ ഇന്നങ്ങനെ വസ്ത്രങ്ങൾ നല്ല വസ്ത്രങ്ങളാവുക, കുഞ്ഞുമക്കൾക്ക് വാങ്ങുന്ന വസ്ത്രങ്ങളും നല്ലതാക്കുക, ശരീരം വെടിപ്പോടെ സൂക്ഷിക്കുക. വെടിപ്പ് എന്ന് പറഞ്ഞാൽ താടി മീശൊക്കെ എല്ലാം എടുക്കല് എന്നല്ല. വെടിപ്പ് വൃത്തി എന്നെല്ലാം പറഞ്ഞെങ്കിൽ അതെല്ലാം ആവശ്യത്തിന് വെക്കുകയും മുടി ആവശ്യത്തിന് എടുക്കുകയും എടുക്കുമ്പോ മര്യാദക്ക് എടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്യേണ്ടതാണ്. ഉമ്മമാരെ ഉള്ള മുടിയെ സ്ട്രൈറ്റിങ്ങും മറ്റുമൊക്കെ ആക്കി ആ മുടിയിനൊക്കെ നാശമാക്കി എത്ര 30, 35, 40 വയസ്സുള്ള പെങ്ങന്മാർ പലരും ഇന്ന് ക്യാൻസറിന് ട്രീറ്റ്മെന്റിലൂടെ തലയിൽ മുടിയില്ല, പുരികത്തിൽ മുടിയില്ല, എവിടെയും മുടിയില്ല, എല്ലാം നഷ്ടപ്പെട്ടു പോയവർ. ഉമ്മാ റബ്ബ് തആല നിനക്ക് തന്ന സൗന്ദര്യമാർന്ന മുടികൾ, ആ മുടികളെ ആളുകളെ കാണിക്കാൻ പരത്തിയിടാൻ 1000 2, 5, 10 ഒക്കെ കൊടുത്തിട്ട് ഇതിനെ പൂജിച്ച് നടക്കുന്ന അവസ്ഥകൾ ഉണ്ടാകരുത്. നാളെ ആരുടെ മണ്ണാകുന്ന ഖബറിൽ കൊണ്ടുപോയി വെക്കേണ്ടതാണ്. മുടിയിൽ കെട്ടിയിട്ട് ഒരു വിഭാഗം പെണ്ണുങ്ങളെ ശിക്ഷിക്കപ്പെടുന്നുണ്ട്. അതിനകത്ത് ആണുങ്ങൾക്ക് മുടി കാണിക്കാം. അപ്പൊ ഞങ്ങൾക്ക് എന്തേന്ന് അങ്ങനെ കേട്ടോണ്ട് പോലൊന്നുമില്ല. നമ്മൾ ഈ ഭാഗത്തൊന്നുമല്ല, പലയിടത്തൊക്കെ സമത്വവാദികൾ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഏതുമാകട്ടെ ഓരോന്നും തടിയും നല്ല വൃത്തിയോടെ. ഒരു മനുഷ്യന്റെ വൃത്തി അറിയണമെങ്കിൽ അവന്റെ ചെരുപ്പ് വൃത്തി ഉണ്ടെങ്കിൽ അവൻ നല്ല വൃത്തി എന്നാണ്. ഇപ്പൊ നോക്കി എങ്ങനെയാന്ന്. പിന്നെ ഇപ്പൊ ബഗ്ഗിങ് അറിയുന്നത് നിങ്ങൾക്ക് അറിയാലോ. നിങ്ങളെ ചെരുപ്പ് എങ്ങനെ ഉണ്ടോ? ഒരു 4-5 ആള് ബഗ്ഗിയുമല്ല ഒക്കെ ഉണ്ടോ? പെരല് പോയിട്ട് നോക്കി നിങ്ങളെ ചെരുപ്പ് എങ്ങനെ ഉണ്ടോ. ചെരുപ്പ് വൃത്തി ഉണ്ടാകണം. ഒരു പെണ്ണിന്റെ വൃത്തി അറിയണമെങ്കിൽ പെണ്ണിന്റെ കിച്ചൺ, ടോയ്ലറ്റ്, ബാത്റൂം വൃത്തി ഉണ്ടെങ്കിൽ പെണ്ണ് വൃത്തി ഉണ്ട് അർത്ഥം. പെണ്ണ് വൃത്തി ഉണ്ടെങ്കിൽ അല്ലെ എടക്കല്ല പോയിട്ട് പോകുന്ന സമയത്ത്